ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലെ. അതിൽ പാർട്ട് 4 ആണ്. പാർട്ട് 4 എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനൽ നോക്കുക കേട്ടോ. 10 questions ആണ്. 1 to 10 is in part 1 and 11 to 20 part 2 21 to 30 part 3 അപ്പോൾ 31 to 40 part 4. ഓക്കെ, ആദ്യത്തെ ചോദ്യം 31ാമത്തെ ചോദ്യം. A fiber optic sensor uses light of 1550 nm. If strain causes the wavelength to shift to 1551.24 nm, what is the shift in PM? എളുപ്പമാണല്ലേ, എളുപ്പമുള്ള ചോദ്യമല്ലേ. കാര്യം എന്താ ചോദിച്ചിരിക്കുന്നത്? എ ഫൈബർ ഓപ്റ്റിക് സെൻസർ യൂസസ് ലൈറ്റ് എത്ര യൂസ് ചെയ്യുന്നുണ്ട്, എത്ര നാനോമീറ്റർ? 1550 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് 1551.24 ആണ്. അപ്പൊ ഷിഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. മാക്സിമം ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എവിടെ തന്നിരിക്കുന്നത്? ഇതല്ലേ മാക്സിമം ഷിഫ്റ്റ്. സോ ഇതിൽ ഇത് മൈനസ് ചെയ്താൽ പോരെ, നമുക്ക് ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അപ്പൊ എന്താണ് ഓപ്ഷൻസ്? 1.24 pm, 12.4 pm, 124 pm, 1240 pm. The right answer is ഏതാണ് മക്കളെ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1240 പൈക്കോമീറ്റേഴ്സ്. കണ്ടോ, ജസ്റ്റ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഇത് എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ. അടുത്ത ചോദ്യം 32. വീണ്ടും ഒരു ഫൈബർ ഓപ്റ്റിക് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. എ ഫൈബർ ഓപ്റ്റിക് ഗൈറോസ്കോപ്പ് measures angular velocity by phase difference. If the phase shift is 2 radians and the sensitivity is 0.05 radians, what is its angular velocity? Angular velocity ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് മുന്നേ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ക്ലൂ തരും അല്ലെ. ആംഗുലർ വെലോസിറ്റി മെഷർ ചെയ്യുന്നത് ഫേസ് ഡിഫറൻസ് എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി 0.05 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആംഗുലർ വെലോസിറ്റി? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 40. The right answer is ഓപ്ഷൻ ഡി. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഫേസ് ബൈ സെൻസിറ്റിവിറ്റി which is equal to 2 by 0.05 which is equal to 40. So the right answer is option D ആണ്. Okay, അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം. Which of the following sensors typically gives analog output for distance? Analog output തരുന്നത് അല്ലെ, ഡിസ്റ്റൻസ് അനലോഗ് ഔട്ട്പുട്ട് തരുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അൾട്രാസോണിക് സെൻസർ, ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് പ്രോക്സിമിറ്റി സെൻസർ, ഓപ്ഷൻ സി ലേസർ റേഞ്ച് ഫൈൻഡർ, ഓപ്ഷൻ ഡി ലിഡാർ. ഏതാണ് റൈറ്റ് ആൻസർ? ലിഡാറിന്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് അല്ലെ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻസേഴ്സ് ടിപ്പിക്കലി ഗിവ്സ് അനലോഗ് ഔട്ട്പുട്ട് ഫോർ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option B, infrared proximity sensor. Many IR sensors give analog voltages that vary with the distance, right? ഈ IR സെൻസേഴ്സിന്റെ പ്രത്യേകത എന്താണ്? IR sensors are used to detect the presence of an object without making physical contact. ഇൻഫ്രാറെഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് എന്താ ആവശ്യമില്ല? ഫിസിക്കൽ കോണ്ടാക്ടിന് ആവശ്യമില്ല. ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് an object. ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസ് മനസ്സിലാക്കുന്നു വിതൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് പ്രോക്സിമിറ്റി സെൻസർ. അതിന്റെ ഡിസ്റ്റൻസ് അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതായത് അതിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. ലൈറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദ സ്ട്രെങ്ത് ഓഫ് ദി റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ സെൻസർ. അതപ്പോ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റിന്റെ സ്ട്രെങ്ത്തിന്റെ ബേസിസിലായിരിക്കും എന്ത് മെഷർ ചെയ്യുന്നത്? ഡിസ്റ്റൻസ്. ആ സെൻസർ എന്നുള്ള ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 34ാമത്തെ ചോദ്യം. What causes the diaphragm in a dynamic speaker to vibrate? Option A, sound wave reflection. Option B, heat conduction. Option C, interaction of current in voice coil and magnetic field. Option D, capacitive charge discharge cycles. The right answer is option C. ഏതാണ്? interaction of current in voice coil and magnetic field. Current in the voice coil interacts with a magnetic field causing moment by Lorentz force. So what causes diaphragm in dynamic speaker to vibrate? The interaction of the current in voice coil and the magnetic field. അടുത്ത ചോദ്യം
35ാമത്തെ ചോദ്യം. A turbine flow meter outputs 50 pulses per liter. If it produces 2500 pulses in 1 minute, what is the flow rate? Option A 25, option B 30, option C 40, 45, option D 50. ഏതാണ് റൈറ്റ് ആൻസർ? എന്താണ് ടർബിൻ ഫ്ലോ മീറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 50 പൾസസ് പെർ ലിറ്റർ ആണ്. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2500 പൾസസ് ആണ്. ഒരൊറ്റ മിനിറ്റിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്? 2500 പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ ഫ്ലോ റേറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ആൻസർ ശരിയാണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു സംഭവം നമുക്ക് വേണം അല്ലെ? എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? Calculate the flow rate given the pulse output of a turbine flow meter and the time duration. So നമുക്ക് ഫ്ലോ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അതില് പൾസ് ഔട്ട്പുട്ട് ഓഫ് ദി ടർബൈൻ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? പൾസ് ഔട്ട്പുട്ട് ഫോർ ദ ടർബൈൻ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് 50 ആണ് അല്ലെ? നമ്പർ ഓഫ് പൾസസ് പ്രൊഡ്യൂസസ് ഇൻ 1 മിനിറ്റ് എന്ന് പറയുന്നത് 2500 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? എന്ത് ചെയ്താൽ മതി മക്കളെ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഡിവൈഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പൾസസ് ബൈ ദ പൾസസ് പെർ ലിറ്റർ. അതായത് 2500 ബൈ 50. എത്ര കിട്ടും അത്? 50 ലിറ്റേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് 36. An electromagnetic flow meter, വീണ്ടും ഫ്ലോ മീറ്ററിന്റെ ക്വസ്റ്റ്യൻ, gives 80 millivolt output at 3 ms velocity. What is the output at 4 ms? Option A 6 mV, option B 10.67, option C 12, option D 16. The right answer is option B ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. നമുക്ക് രണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? 8 ഉം 4 ഉം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് at 4 ms ആണ്. So V2 by V1 is equal to 4 by 3. That is E2 is equal to 8 into 4 by 3, which is equal to 10.67 millivolt, which is the B is the right answer. Okay. ഇതില് ഒരു കാര്യം നമുക്ക് അറിയാലോ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്ററും ഫ്ലോ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? The output voltage of an electromagnetic flow meter is directly proportional to the flow velocity. Therefore, if the output is 8 mV at 3 ms ആണെങ്കിൽ at 4 ms the output will be approximately എന്ന് പറയുന്നത് 10.67 എന്ന് നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടി? റിലേഷൻഷിപ്പ് നമുക്ക് അറിയാലോ. എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് is directly proportional to the velocity. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എന്ത് തന്നിരിക്കുന്നത്? E എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ E is equal to K into V ആണ്. K എത്രയാണ് തന്നിട്ടുള്ളത്? K into V ആണ് തന്നിട്ടുള്ളത്. K എന്ന് പറയുന്നത് 8 തന്നിട്ടുണ്ടല്ലോ, into എന്താണ്? V is the V എത്ര കിട്ടി നമുക്ക്? 4 by 3 എന്ന് നമുക്ക് കിട്ടി, which is equal to 10.67 mV. ഓക്കെ, ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, 37. An orifice flow meter gives 100 liters per minute at 10 kPa. What is the flow at 40 kPa എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 141.4, ഓപ്ഷൻ ബി 180 ലിറ്റർ, ഓപ്ഷൻ സി 200, ഓപ്ഷൻ ഡി 300. The right answer is option C ആണ് അല്ലെ? എത്രയാണ്? 200 ആണ്. എങ്ങനെയാണ് കിട്ടിയത്? ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് റിലേഷൻ, അതായത് നമുക്ക് പഠിച്ചിട്ടുണ്ട് ഫ്ലോ റേറ്റ് ത്രൂ ആൻ ഓറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രഷർ ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പ്രഷർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? ബൈ ദ ഫാക്ടർ ഓഫ് 4. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 10 അല്ലെ? 10 kPa. An orifice flow meter gives 100 liter per minute at 10 kPa തന്നിട്ടുണ്ട്. What is the flow at 40? അതായത് 10 to 40 അവിടെ ഒരു ഇൻക്രീസ് സംഭവിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? So the flow rate is increases by the factor of 4. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്താ കാരണം? The flow rate through an orifice meter is proportional to the square root of the pressure drop. അപ്പോ ഇവിടെ ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത് പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് 4 ആണ്. സ്ക്വയർ റൂട്ട്, അപ്പൊ that is square root of the pressure drop, which is equal to 40 by 10, that is 2. That is 100 into 2 is equal to 200. Is the right answer. Okay, ഒന്നും കൂടി പറയാം. The flow rate through an orifice meter is proportional to the square, ഇത് കണ്ടോ, the square root of the pressure drop. Okay, pressure drop സംഭവിച്ചിരിക്കുന്നത് 10 to 40 ക്കാണ്. That is 40 by 10 is equal to 2. 100 into 2 is equal to 200 is the right answer. Clear അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം. An ultrasonic flow meter gives 0.25 volt at 2 ms flow if
output is linear, what is the what is the voltage at 4 ms? Option A 0.35 volt, option B 0.50, option C 0.75, option D 1. So an ultrasonic flow meter gives 0.25 volt at 2 ms. If output is linear, what is the voltage at 4 ms എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കുക, ആൻസർ ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രം വീഡിയോ നോക്കുക. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? ആൻസർ ബി ആണ്. ഓക്കെ, എങ്ങനെയാണ് ആൻസർ ബി എന്നുള്ളതിലേക്ക് എത്തിയത്? 0.5 അല്ലെ, 0.5 വോൾട്ട് അറ്റ് 4 ms. എങ്ങനെയാണ് കിട്ടിയത്? എളുപ്പമാണ് അല്ലേ? ബിക്കോസ് ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. 2 ms 0.25 വോൾട്ട് ആ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 ms ലാണ്. അപ്പൊ 2 ms 0.25 വോൾട്ടേജ് ആണെങ്കിൽ 4 ms എത്രയായിരിക്കും? ദാറ്റ് ഈസ് 0.5 വോൾട്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം. എ ഗ്യാസ് സെൻസർ ഷോസ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 2.5 volt in clean air and 1.5 volt in presence of gas. What is the voltage drop ആണ് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ വന്നിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ എ 1.0 വോൾട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുണ്ട്? 2.5 വോൾട്ട് തന്നിട്ടുണ്ട്. ക്ലീൻ എയറിൽ 2.5 വോൾട്ട് ആണ്. അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ 1.5 വോൾട്ട് ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1.0 വോൾട്ട്, ഓപ്ഷൻ ബി 2.0 വോൾട്ട്, ഓപ്ഷൻ സി 0.5 വോൾട്ട്, ഓപ്ഷൻ ഡി 1.5 വോൾട്ട്. സമയത്തിന്റെ പോലും ആവശ്യമില്ല. എത്രയാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ദ വേരിയേഷൻ അല്ലെ. 2.5 minus 1.5 is equal to 1 volt. So the right answer is option A. Okay. അവസാനത്തെ ചോദ്യം 40ാമത്തെ ചോദ്യം. A photodiode generates 2 microampere at 1000 lux. What current is expected at 1500? Assuming linearity, option A 1.5, option B 2.5, option C 3.0, option D 4.0. The right answer is option C 3.0 microampere. Okay. സോ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസ് ഡിസ്കസ് ചെയ്തത്. അടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.